എല്ലാവരും ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കേവലം ഉദ്യോഗസ്ഥർ മാത്രം സ്വന്തം താല്പര്യപ്രകാരം വിചാരിച്ചാൽ അത് നടക്കുമോ? നടക്കില്ല. പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്, അതല്ലാതെ കേവല ആരോപണമല്ല. ഈ കാര്യത്തിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമുണ്ട്, വിജിലൻസിന് ബോധ്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും ബോധ്യമുണ്ട്. ഇത് ശ്രീ ജയചന്ദ്രൻ സാർ തന്നെ പറയുന്നത് അപകടകരമായ നിലയാണ്. ആരാണ് ദേവസ്വം ബോർഡിനെ ഈ അപകടകരമായ നിലയിൽ എത്തിച്ചത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം. എല്ലാവരും കൈ കഴുകുകയാണ്. ഇവിടെ പത്മകുമാർ പറയുന്നു, ഞാനൊന്നും പറഞ്ഞില്ല, എൻ്റെ കാലത്ത് നടന്നിട്ടില്ല, എല്ലാം ദൈവഹിതത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്തത്. 2024 ശേഷം എല്ലാം ശുദ്ധമാണെന്ന് പറയുന്നു PS പ്രശാന്ത് എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ദേവസ്വത്തിന് യാതൊരു പങ്കുമില്ല എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം വഴിത്തിരിവാകുന്നത് ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്, അവരുടെ കണ്ടെത്തലുകളാണ്. അവർ കൃത്യമായി ചോദ്യം ചെയ്ത് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് 25 പേജിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ രഞ്ജിത്ത്, ഇത് ഒരു ക്ലാസിക് തട്ടിപ്പ് എങ്ങനെയാണ് പുൾ ഓഫ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് വിജിലൻസ് ഈ റിപ്പോർട്ട് വഴി നമ്മളെ തുറന്ന് കാണിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, പല തസ്തികകളിലുള്ള പല സീനിയോറിറ്റി ലെവലിലുള്ള പല ആൾക്കാരുടെയും ഇടപെടലുകൾ ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദേവസ്വത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഈ സ്വർണ്ണപ്പണി പോറ്റിയെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ പാളികൾ ഇളക്കി പോറ്റിക്ക് കൈമാറുക എന്ന് സെക്രട്ടറി പേപ്പറിലേക്ക് എഴുതി ചേർത്ത് ഒരു ഉത്തരവുണ്ടാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മഹസറും മറ്റും തയ്യാറാക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെങ്ങും ഇല്ലാത്ത ആൾക്കാരെ സാക്ഷികളായിട്ട് പേരിൽ എഴുതി ചേർക്കുന്നു. സാക്ഷികളെന്ന് പേരുള്ള ചില ആൾക്കാരുടെ ഒപ്പ് അവിടെ ഇല്ലാതെയാകുന്നു. ഇതിൻ്റെ സ്വീകർത്താവായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിലും അത് വാങ്ങി ഒപ്പിട്ടിരിക്കുന്നത് 2 ദിവസങ്ങളിലായിട്ട് അയാളുടെ 2 സുഹൃത്തുക്കളാണ്, അല്ലാതെ പോറ്റി ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇനി കൊടുത്തുവിട്ട സാധനം എതിലേ പോയെന്നോ എന്തുകൊണ്ടാണത് 39 ദിവസം വൈകി മാത്രം ചെന്നൈയിൽ എത്തിയതെന്നോ ചോദിക്കാനായിട്ട് തിരുവാഭരണം കമ്മീഷണർ അടക്കം ആരും ഉണ്ടായില്ല. പിന്നെ നമുക്കറിയാം, ചെന്നൈയിൽ ചെന്ന് ഇതിൻ്റെ ഭാരം അളക്കുന്ന സമയത്ത് ഈ കമ്മീഷണർമാരും എല്ലാം വരുമ്പോൾ ശബരിമലയിൽ വെച്ച് അളന്നു തൂക്കിയതിനേക്കാൾ 4.5 കിലോ ഭാരം കുറവാണ് എന്ന് കണ്ടിട്ടും അതിലൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കുന്നില്ല, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നില്ല. പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് തൂക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വത്തിൻ്റെ ആൾക്കാരും സ്മിത്തും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്നിട്ടും അതിൻ്റെ കസ്റ്റഡി പോറ്റിക്ക് തന്നെ കൊടുത്ത് പോറ്റിയുടെ സൗകര്യത്തിന് തിരിച്ച് സന്നിധാനത്ത് എത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുന്നു. അയാൾ നാടൊട്ടുക്ക് പ്രദർശനം നടത്തുന്നു, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു. പക്ഷെ അത് വൈകിട്ട് ഈ സന്നിധാനത്ത് എത്തുന്ന സമയവും അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നില്ല. എന്നിട്ട് തിരികെ സന്നിധാനത്തെത്തി ഇതിനെ വീണ്ടും അവിടെ ഘടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാരം അളന്ന് നോക്കുന്നില്ല, അത് മഹസറിൽ എഴുതുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ താങ്ങുപീഠം, ഈ സ്വർണം പൂശിയിരിക്കുന്ന താങ്ങുപീഠം സന്നിധാനത്ത് കൊണ്ടുവന്ന കാര്യത്തിനെക്കുറിച്ചോ പഴയത് ഇളക്കി പുതിയത് വെച്ച് നോക്കിയതിനെക്കുറിച്ചോ അത് പാകമല്ലെന്ന് കണ്ടതിന് ശേഷം അതിനെ ഇളക്കിയിട്ട് ഈ കൊണ്ടുവന്ന പോറ്റിക്ക് തന്നെ അത് കൊടുത്തുവിട്ടതിനെക്കുറിച്ചോ അവിടുത്തെ രേഖകളിലില്ല. എന്ന് വെച്ചാൽ എന്തിനാണോ മഹസർ, രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൽ എന്തൊക്കെയാണോ ആരൊക്കെയാണോ രേഖപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥനല്ല ഇത് ചെയ്യുന്നത്, പല സീനിയോറിറ്റിയിലുള്ള പല തസ്തികകളിലുള്ള പല ഉദ്യോഗസ്ഥരാണ്. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് അവിടെ തടയുന്നതിന് വേണ്ടി ഗേറ്റ് കീപ്പർമാരായിട്ട്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ദ്വാരപാലകരായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ദേവസ്വത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ തട്ടിപ്പിനെല്ലാം തന്നെ കുടപിടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടെ ഒരാളുമല്ലാത്ത, ഒരു പ്രത്യേകിച്ചൊരു സ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി 2019 6 വർഷം കഴിഞ്ഞ് ദേവസ്വം മന്ത്രി മാറി, ദേവസ്വം അധ്യക്ഷൻ മാറി, ദേവസ്വം ബോർഡ് മെമ്പർമാർ മാറി, അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാർ മാറി. എന്നിട്ടും 6 വർഷം കഴിഞ്ഞ് ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം വീണ്ടും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിച്ചെങ്കിൽ അത് കാണിക്കുന്നത് ഇത് വളരെ കൂട്ടായിട്ടുള്ള ഒരു ക്ലാസിക് കേസ് ഓഫ് തട്ടിപ്പാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യം ഈ വിജിലൻസ് പ്രകടിപ്പിക്കുന്നത്. വിജിലൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്, തുടർ നടപടി വേണ്ടതാണ്. ഇത്രയും വളരെ ഡയറക്റ്റായിട്ട് ദേവസ്വത്തിന്റെ വിജിലൻസ് എഴുതിയിട്ടും 10-ാം തീയതി കോടതി ഇതിന് സമാനമായിട്ടുള്ള ഒബ്സർവേഷൻ ഒരു വിധിന്യായത്തിൽ എഴുതിയിട്ടും പിന്നെയും എങ്ങനെയാണ് ശ്രീ എ പത്മകുമാറിനും ദേവസ്വം മന്ത്രിമാർക്കും ഒക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം തടയുന്നതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ഈ ഉദ്യോഗസ്ഥർ. എന്താണ് തിരുവാഭരണം കമ്മീഷണറുടെ ജോലി?
എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജോലി എന്താണ്, സെക്രട്ടറിയുടെ ജോലി എന്താണ്, ബോർഡിന്റെ ഉത്തരവാദിത്തം എന്താണ്, ഒരു സ്മിത്ത് ചെയ്യേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ കൃത്യമായി ചെയ്യാതെ എല്ലാവരും, ഒരാൾ പോലും ഇതിനെതിരെ നിന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ചു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കേവലം ഉദ്യോഗസ്ഥർ മാത്രം സ്വന്തം താല്പര്യപ്രകാരം വിചാരിച്ചാൽ അത് നടക്കുമോ? നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ആൾക്കാരെ ഒരേപോലെ സ്വാധീനിക്കുന്നതിനുള്ള എന്തോ ഒരു മാജിക് യന്ത്രം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ കരുതണം. 2019 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വേറെയാണ്, ഇന്നുള്ള ആൾക്കാരും വേറെയാണ്. എന്നിട്ടും ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം കൊടുത്തുവിടാനല്ലേ പ്രശാന്തിന്റെ കാലത്തും തീരുമാനിച്ചത്. അപ്പൊ പത്മകുമാറിന്റെ കാലത്ത് എല്ലാം സംശുദ്ധമായി എന്ന് പറയുകയും, അല്ലെങ്കിൽ പത്മകുമാറിന് ശേഷം ഇതെല്ലാം സംശുദ്ധമാണ് എന്ന് പ്രശാന്ത് പറയുകയും ഒക്കെ ചെയ്താൽ ഇതിൽ ഒരാൾക്കും വിശ്വാസ്യതയില്ല. ഞാൻ പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കിടന്ന് വിരകുന്ന സമയം ഏതാണ്? 2019 ആരൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരായിരുന്നത്? എ പത്മകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശേഷം എൻ വാസു ഉണ്ടായിരുന്നു. ഈ സ്വർണം അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് ഏതാണ്ട് 400 ഗ്രാം സ്വർണം മാത്രം ഈ പാളികളിൽ പൂശി ബാക്കി വന്ന ഏതാണ്ട് 60 പവനോളം സ്വർണം ഈ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്താണ് അന്ന് അധ്യക്ഷനായിരുന്ന എൻ വാസുവിന് ഈ പോറ്റി ഇമെയിൽ അയക്കുന്നത്. ആ ഇമെയിലിൽ പോറ്റി പറയുന്നത് എന്താണ്? ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നാണ്. കുറച്ച് സ്വർണം എന്ന് പറയുന്നത് 1 ഗ്രാം സ്വർണമാണോ, 10 ഗ്രാം സ്വർണമാണോ, 10 പവൻ സ്വർണമാണോ എന്ന് പോലും പറയുന്നില്ല. എത്രയാണ് അതിന്റെ അളവ് എന്ന് തിരിച്ച് ചോദിക്കുന്ന പോലുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ഞാനതൊരു കല്യാണം നടത്തിയേക്കട്ടെ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറി മുതലുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡിന്റെ സ്വത്തായതുകൊണ്ടല്ല അയാൾ കത്തയച്ച് ചോദിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ല, ഈ പോറ്റിയുടെ സ്വന്തം സ്വത്താണെന്നാണ് ഇപ്പോൾ എൻ വാസു പറയുന്നത്. അപ്പോൾ പോറ്റിയുടെ സ്വന്തം സ്വത്താണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനോടാണോ ചോദിക്കുന്നത്? ഉടനെ അതിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് ദേവസ്വം സെക്രട്ടറിയാണോ തീരുമാനിക്കാനായിട്ട് ചുമതലപ്പെടുത്തുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇതേ ആളിന് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പരിപാടി ഏൽപ്പിച്ചത് എങ്കിൽ അതിനർത്ഥം ഇവരെല്ലാവരും തന്നെ ഒരേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ വി എൻ വാസവൻ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ പറഞ്ഞിരുന്നത് എന്താ? ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്ന ആളാണോ ഈ പ്രശാന്ത്? കാരണം ഈ ഉരുപ്പടിയെല്ലാം പുതുതായിട്ട് എടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത് പ്രശാന്ത് അല്ലേ? അപ്പോൾ പ്രശാന്താണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന് ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്? എന്ത് വാദമാണ്! അപ്പൊ ഈ കള്ളന് കഞ്ഞി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോഴും ഈ സംവിധാനത്തിൽ ഇരിക്കുകയും ഭക്തരുടെ താല്പര്യങ്ങളെ അവർ പ്രതിനിധാനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് കള്ളന് കഞ്ഞി വെച്ചവരുടെ മാത്രമായിട്ടുള്ള ഒരു ആഗോള സംഗമം നടത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വഴി യാഥാർത്ഥ്യമാക്കുന്നത്. ആ ആഗോള സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ് അതായത് ഈ പ്രശാന്ത് ഇന്ന് അവതാരങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിച്ചിരുന്നു. ദേവസ്വം ബോർഡിൽ അവതാരങ്ങൾ ഉണ്ടെന്നും തൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ അവതാരങ്ങളെയൊക്കെ താൻ അകറ്റി നിർത്തിയെന്നുമാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് അവതാരങ്ങളെ പൂർണ്ണമായി മാറ്റുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത് പോലും ദേവസ്വം ബോർഡിൽ പോലും ഇങ്ങനെ അവതാരങ്ങൾ വിലസുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് എന്നതുകൂടി പറയുകയാണ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ. ശ്രീജിത്ത്, ഇവിടെ ഈ നേരത്തെ വസന്തൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ മൂല്യമുള്ള വസ്തുക്കളാണ്. ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം കാര്യമായ അന്വേഷണം വേണം. ഇന്ന് മനസ്സിലാക്കുന്നത് ED ഈ വിഷയത്തിൽ പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് ആരംഭിച്ചു എന്നാണ്. പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷിക്കണം. ഇപ്പോൾ നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാറും അത് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. നിശ്ചയമായും. കാരണം ഇത് നമുക്കറിയാം, ഇപ്പോൾ കോർട്ട് മോണിറ്റേഡ് ആയിട്ടുള്ള എൻക്വയറിയാണ്, ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലാണ്. അതെല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ദ മൊമെൻറ്റ് ഇത് ഈ ഒരു ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് പുറത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ അന്വേഷണത്തിനെ അട്ടിമറിക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഈ ഉദ്യോഗസ്ഥരുടെ അപ്രൈറ്റ്നെസ്സിനെ ഒന്നും ചെറുതാക്കി കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ അനുഭവമാണ്. മുമ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ അനൗചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി CBI പോലെയുള്ള ഒരു എൻക്വയറി ഏജൻസി തന്നെയാണ് അതിൽ അന്വേഷിക്കേണ്ടത്. കാരണം അവരിതിൽ ഒരു ന്യൂട്രൽ പാർട്ടിയാണ്, അവർക്കതിനകത്തിലേക്ക് ഡയറക്റ്റ് സ്റ്റേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അവരാണ് സത്യത്തിൽ അത് അന്വേഷിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുക കൂടി വേണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ട് ഇതിൽ നീതി പുലർന്നു എന്ന രീതിയിലേക്കുള്ള ഒരു തോന്നൽ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്, അതല്ലാതെ കേവല ആരോപണമല്ല. ഈ കാര്യത്തിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമുണ്ട്, വിജിലൻസിന് ബോധ്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും ബോധ്യമുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്നോ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നോ ദേവസ്വം ബോർഡിന്റെ 2019 മുതൽ ഇങ്ങോട്ടുള്ള
ഒരു ഭാരവാഹിക്കോ ഒരു മന്ത്രിക്കോ പോലും പറയാനും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആ തട്ടിപ്പ് എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് തെളിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ന്യൂട്രലായിട്ടുള്ള സംസ്ഥാനത്തിന്റെ കൺട്രോളിൽ അല്ലാത്ത ഒരു ഏജൻസി അന്വേഷിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ പല ആൾക്കാരും, ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുന്ന ഒരു വിശേഷണം നോക്കും. അദ്ദേഹത്തെ പറ്റി പറയുന്നത് നിരന്തരമായിട്ട് സ്പോൺസർ എന്നാണ്. അപ്പോൾ അയാളുടെ സ്പോൺസർ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യാനായിട്ട് അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നിലയുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ദേവസ്വം ബോർഡിനുണ്ടാകണം, അതുവഴി സംസ്ഥാന സർക്കാരിനും ഉണ്ടാകണം. പക്ഷെ അയാളുടെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് വിജിലൻസ് തന്നെ പറയുന്നത് അയാൾക്ക് ഒരു തരത്തിലുള്ള സ്ഥിര വരുമാനവും ഇല്ല എന്നാണ്. അപ്പൊ സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലേക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വർഷം മാത്രം 17 ടൺ അരി കൊടുക്കുക, ഏതാണ്ട് 30 ടൺ പച്ചക്കറി കൊടുക്കുക, പിന്നെ ഈ പടികളുടെ 2 വശങ്ങളിലുമുള്ള മണിമണ്ഡപം നിർമ്മിക്കുക, ക്ഷേത്രത്തിന് അലങ്കാരങ്ങൾ കൊടുക്കുക, മേളം സ്പോൺസർ ചെയ്യുക, അന്നദാന മണ്ഡപത്തിലെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുക, ഇനി അതല്ലാതെ സീസൺ സമയത്ത് ലക്ഷങ്ങളെ സംഭാവനയായിട്ട് കൊടുക്കുക, ഉദയാസ്തമന പൂജ, പടിപൂജ, അന്നദാനം, കളഭാഭിഷേകം. ഞാൻ പറയുന്നത് ഇതെല്ലാം ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പണികളിലൊക്കെ തന്നെ ഇയാൾ സ്പോൺസർ ആയിരുന്നില്ല എന്നും യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്നും അവരുടെ പേരുവിവരങ്ങളടക്കം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയുടെയും യഥാർത്ഥ സ്പോൺസർ ഇയാളല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ സ്ഥിരവരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലെ എന്തൊരാവശ്യവും പ്രത്യേകിച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇങ്ങ് തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി ശരിയാക്കി തരാം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നിഷേധിക്കുന്ന മറ്റാൾക്കാർ, ഇതേ പത്മകുമാറാണ് അവിടെ യോഗദണ്ഡിന്റെ കാര്യത്തിലും രുദ്രാക്ഷത്തിന്റെ കാര്യത്തിലും സ്വർണം കെട്ടിക്കണമെന്നുള്ള ഒരു ആവശ്യം, അതിനെ ക്ലീൻ ചെയ്ത് സ്വർണം കെട്ടിക്കണം എന്നൊരാവശ്യം ഉണ്ടാകുന്ന സമയത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം വഴി അതിനു വേണ്ടിയിട്ടൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അത് ദേവസ്വത്തിന്റെ ചുമതലയിൽ തന്നെ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹമാണ് പൂർണ്ണമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ സ്വന്തം മകനെ ആ പണി ഏൽപ്പിക്കുന്നത്. മറ്റാരും വേണ്ട, നമുക്ക് തന്നെ ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ് മകനെ ഞാൻ സജസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്. ആ സ്ഥാനത്തുകൊണ്ട് നോക്കൂ, ഞാൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അതൊരു വഴിപാടായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള എത്രയോ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒരാളിന് മാത്രം അയാളുടെ അച്ഛൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് എന്നതിന്റെ പേരിലേക്ക് മൊണോപ്പൊളൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ശരിയാണോ? എല്ലാ ആൾക്കാർക്കും അതിൽ വേറെ ആൾക്കാർക്ക് എത്രയോ താല്പര്യം ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എനിക്ക് സൗകര്യമുള്ള ആൾക്കാർക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ഇത് ചെയ്യും എന്ന്. അതേപോലെ ഇപ്പോ ശ്രീ PS പ്രശാന്ത് പറയുന്നു ഓപ്പൺ ടെൻഡർ ആവശ്യമാണ്. എക്സാക്ട്ലി, ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട് കഴിയുകയുള്ളൂ. ടെൻഡറിൽ പങ്കെടുത്ത് പത്മകുമാറിന്റെ മകന് അതിനുള്ള അധികാരം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അതിനകത്തൊരു അലഗേഷൻ പോലും ഉയർത്താനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് 2023 അവസാനമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? മുമ്പ് അവിടെ പല അവതാരങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ അവതാരങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം തന്നെ ദേവസ്വത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ, ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങാതെ, കോടതിയോട് പ്രത്യേക അനുമതി വാങ്ങാതെ ഈ കാര്യങ്ങളെല്ലാം ഇളക്കിയെടുത്തിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ പറയുന്നത് ദാ ഇത് കൊണ്ടുപോകുമെന്ന്. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണറാണ് പറയുന്നത് അങ്ങനെ പറ്റില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും ഈ ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടികൾ ഒന്നും തന്നെ അവരുടെ ഈ പ്രമൈസസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് ദേവസ്വം മാനുവൽ വോളിയം 1 ചാപ്റ്റർ 11 റൂൾ 38 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഈ പ്രശാന്ത് ചുമതലയേൽക്കുന്ന അതേ വർഷം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നത്, ഒരു വിധി തന്നെ പറയുന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും മെയിൻ്റനൻസിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ ആവശ്യമുണ്ടെങ്കിൽ, വലിയ ഭാരിച്ച പണികൾ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുകയും ഈ അവതാരങ്ങളെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു പ്രശാന്തെങ്കിൽ എങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ സ്വത്തെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനമാകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ശ്രീ രഞ്ജിത്ത് ഓർക്കുന്നുണ്ടാകും, ഒരു ചെറിയ വീഴ്ച മാത്രമേ വന്നിട്ടുള്ളൂ, കോടതി അറിയിച്ചിട്ടില്ല എന്ന്. അതാണ് ഏറ്റവും വലിയ വീഴ്ച. ആ ഏറ്റവും വലിയ വീഴ്ച കോടതി അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന ആൾക്കാരെ ഇത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമായിരുന്നു. അതല്ലെങ്കിൽ കോടതിയുടെ അപ്രൂവലോടുകൂടി ആർക്കാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകുമായിരുന്നു.